കടപുഴ പാലം പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഫ്രാൻസിസ് ജോർജ് MP, മാണി സി കാപ്പൻ MLA എന്നിവരും PMGSYയിലെ ഉദ്യോഗസ്ഥരും നാഷണൽ ഹൈവേയിലെ ഉദ്യോഗസ്ഥരും സ്ഥലപരിശോധനയ്ക്കായി എത്തിയിരുന്നു. റോഡിന്റെ നിജസ്ഥിതി കേന്ദ്രത്തിന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഈ സംഘത്തെ നിയോഗിച്ചിരിക്കുന്നത്. പ്രളയത്തിൽ തകർന്ന 3 നിലവ് കടപുഴ പാലം കേന്ദ്ര സംഘം സന്ദർശിച്ചു. ഫ്രാൻസിസ് ജോർജ് MP കേന്ദ്ര പട്ടികവർഗ മന്ത്രി ജുവൽ ഓറത്തിനും നാഷണൽ ഹൈവേ മിനിസ്റ്റർ നിതിൻ ഗഡ്കരിക്കും പാലം പുനർനിർമ്മിക്കുന്നതിന് നിവേദനം നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ 2 മന്ത്രിമാരുടെ ഓഫീസിൽ നിന്നും നാഷണൽ ഹൈവേ അതോറിറ്റി കേരളയിലേക്കും PMGSYയുടെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറിനും കത്തയച്ചു. PMGSY ബിന്ദു വേലായുധൻ, AE ജിത്ത് ജോസഫ്, ചിഞ്ചുമോൾ, നാഷണൽ ഹൈവേ AE അരവിന്ദ് എന്നിവരടങ്ങുന്ന സംഘമാണ് സ്ഥലപരിശോധന നടത്തിയത്. ഉദ്യോഗസ്ഥ സംഘം റോഡിന്റെ നിജസ്ഥിതി പരിശോധിച്ച് കേന്ദ്രത്തിന് കൊടുത്താൽ തലനാട് 3 നിലവ് മേച്ചാൽ റോഡിന് രക്ഷയാകുമെന്നും കേന്ദ്രത്തിൽ നിന്ന് അനുകൂല മറുപടിയാണ് ലഭിച്ചിരിക്കുന്നതെന്നും MP പറഞ്ഞു. ദീർഘകാലമായിട്ട് ഇങ്ങോട്ടുള്ള ഈ ട്രൈബൽ സെറ്റിൽമെന്റിലേക്കുള്ള ഈ പാലവും റോഡും തകർന്നു കിടക്കുന്നത് അത് പുനർനിർമ്മിക്കണമെന്നുള്ള ആവശ്യം ബഹുമാനപ്പെട്ട MLA ഒക്കെ ആവശ്യപ്പെടുന്നു. അതനുസരിച്ച് പാർലമെന്റിൽ തന്നെ ഈ വിഷയം നോക്കി അതിനുശേഷം ഞാൻ ട്രൈബൽ അഫയേഴ്സ് മിനിസ്റ്റർ ജുവൽ ഓറാണ് അദ്ദേഹമായിട്ട് നേരിട്ട് ഈ കാര്യം ചർച്ച ചെയ്തു. ചർച്ചയുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പറഞ്ഞ് തീർച്ചയായിട്ടും ഇത് പരിഗണിക്കാം. ഈ ജില്ലയിലെ പ്രധാനപ്പെട്ട ട്രൈബൽ സെറ്റിൽമെന്റിലേക്കുള്ള ഏക വഴി എന്നതിൽ റോഡും പാലവും പുനർനിർമ്മിക്കുന്ന കാര്യത്തിൽ നടപടി സ്വീകരിക്കാം എന്നത് ഉറപ്പുനൽകുകയുണ്ടായി. MPക്കൊപ്പം മാണി സി കാപ്പനും സ്ഥലം സന്ദർശനത്തിന് എത്തിയിരുന്നു. 2021 ഒരു വെള്ളപ്പൊക്കം ഉണ്ടായപ്പം തിരിഞ്ഞു പോയതായി പാലം, കടപുഴ പാലം. അതിനുശേഷം പല മന്ത്രിമാരും ഇവിടെ വന്ന് പല വാഗ്ദാനങ്ങളും ഈ പാലം പണി നടത്തുന്നുണ്ട്. MLA എന്നുള്ള നിലയിൽ MLA ഫണ്ടിൽ നിന്ന് ഈ പണം 1.5 കോടി രൂപ ഞാൻ അനുവദിച്ചു. പക്ഷേ 1 കോടി രൂപയ്ക്കുള്ള വർക്ക് PWDക്ക് ചെയ്യാൻ പറ്റൂ എന്നുള്ളത് കൊണ്ട് PWD മുഴുവൻ പൈസയും ഗവൺമെൻറ് കെട്ടിവെച്ചെങ്കിൽ ഇത് ചെയ്യാൻ തയ്യാറാകില്ല. അങ്ങനെ ആ ഭാഗവും നടന്നില്ല. അപ്പോഴാണ് ചില്ലച്ചി പാലത്തിന് ഇതിൻ്റെ തൊട്ടപ്പുറത്തിന് 3 നില പഞ്ചായത്തുള്ള ചില്ലച്ചി പാലത്തിന് 1.5 കോടി രൂപ അനുവദിച്ചത്. അപ്രോച്ച് റോഡ് കിട്ടത്തില്ല എന്നുള്ളത് ആ പൈസ ഇങ്ങോട്ട് മാറ്റിക്കൊടുക്കുന്നുണ്ട്. അത് ചെയ്തില്ല. അവസാനം കോടതി കേസ് കൊടുത്തു. കോടതി പറഞ്ഞ 6-ാം തീയതിക്കുള്ളിൽ ഈ ജൂൺ 6 AS കൊടുത്തിരിക്കുന്നു. ടെക്നിക്കലി കോടതി പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ട് AS കൊടുക്കുക, പിന്നെ പേപ്പർ പെൻഡിങ്. അങ്ങനെ വന്നപ്പോഴാണ് ഫ്രാൻസിസ് ജോർജ് വഴി ഞങ്ങൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്ക് അദ്ദേഹം പ്രൈം മിനിസ്റ്റർക്കും കൺസേൺഡ് മന്ത്രിക്കും കത്ത് കൊടുക്കുകയും അദ്ദേഹവുമായിട്ട് ചർച്ച നടക്കുകയും ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ചാർലി ഐസക്, പഞ്ചായത്ത് അംഗങ്ങളായ ജോഷി ജോഷുവ, റീന റെനോൾഡ്, ലിൻസിമോൾ ജെയിംസ്, ഷാൻഡിമോൾ സാം തുടങ്ങി നിരവധി പ്രവർത്തകരും എത്തിയിരുന്നു. i4A ന്യൂസ്, പാലാ.